കർത്താവേ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. കർത്താവേ നീ പരിശുദ്ധൻ, മിശിഹാ കർത്താവേ. ഈശോയുടെ തിരുസന്നിധിയിൽ ആരാധനയുടെ നിമിഷം നമ്മളായിരിക്കുമ്പോൾ എല്ലാം മറന്ന് ഒരല്പസമയം ആ ദിവ്യകാരുണ്യത്തോടു കൂടെ നമുക്കായിരിക്കാം. എന്നെ സ്നേഹിച്ച്, എന്നെ പരിപാലിച്ച്, എന്നെ രക്ഷിക്കുവാൻ വേണ്ടി ജീവൻ നൽകിയ കർത്താവ്, ആ കർത്താവ് എനിക്ക് വേണ്ടി ഏറ്റെടുത്ത ഓരോ മുറിവുകളെയും, എനിക്ക് വേണ്ടി അനുഭവിച്ച ഓരോ നൊമ്പരങ്ങളെയും, എനിക്ക് വേണ്ടി ചിന്തിയ ഓരോ തുള്ളി രക്തത്തെയും ഞാൻ ഓർക്കേണ്ട ഒരു മണിക്കൂറാണിത്. പ്രിയമുള്ളവരെ, എനിക്ക് വേണ്ടിയാണ് എൻ്റെ ഈശോ ഇതെല്ലാം ചെയ്തത് എന്നൊരൊറ്റ ചിന്ത മതി നമ്മുടെ ജീവിതം ധന്യമാകുവാനും ആത്മാവിൽ നമ്മൾ ശക്തിപ്പെടുവാനും. ഏതെങ്കിലും ഒരു ജീവിത അവസരത്തിൽ എന്തെങ്കിലും ഒരു സംശയങ്ങളിലൂടെയോ ചഞ്ചലചിത്തരായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ ഈ ദിവ്യകാരുണ്യത്തിലേക്കൊന്ന് നോക്കി, ആ ക്രൂശിത രൂപത്തിലേക്കൊന്ന് നോക്കിയിട്ട് എൻ്റെ മനസ്സിലൂടെ കൊള്ളിയാൻ പോകുന്നത് പോലൊരു ചിന്ത ഉണ്ടാവണം. എൻ്റെ കർത്താവിന് എനിക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യാമെങ്കിൽ എനിക്ക് എൻ്റെ കർത്താവിന് വേണ്ടി എന്തു ചെയ്യാൻ പറ്റും? കർത്താവിനെ കുരിശിൽ കിടന്ന് എന്നോട് ക്ഷമിക്കാമെങ്കിൽ എന്നെ വേദനിപ്പിച്ച ഒരു വ്യക്തിയോട്, എന്നെ നൊമ്പരപ്പെടുത്തിയ ഒരാളോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ലേ? എനിക്ക് വേണ്ടി, എൻ്റെ കൂടെ ഇരിക്കാൻ വേണ്ടി എൻ്റെ കർത്താവിന് ഇത്ര ചെറുതായിട്ടൊരോസ്തി രൂപത്തിൽ എൻ്റെ കൂടെ ഇരിക്കാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് എളിമപ്പെട്ടുകൂടാ? എന്തുകൊണ്ട് എനിക്കും ഒന്ന് ശൂന്യമായിക്കൂടാ? ചെയ്യാത്ത തെറ്റിന് എൻ്റെ കർത്താവ് എൻ്റെ പാപങ്ങളും വേദനകളും നൊമ്പരങ്ങളും ഏറ്റെടുത്ത് കുരിശിൽ ബലിയാകുമെങ്കിൽ എന്തുകൊണ്ട് മറ്റൊരാൾക്ക് വേണ്ടി എനിക്കും ഒന്ന് ത്യാഗമെടുത്തുകൂടാ? എൻ്റെ കുടുംബത്തിലുള്ള ഒരാൾക്ക് വേണ്ടി, എൻ്റെ സഹോദരന് വേണ്ടി, സഹോദരിക്ക് വേണ്ടി ഒരല്പം ത്യാഗമെടുക്കാൻ എനിക്കും പറ്റില്ലേ? പ്രിയമുള്ളവരെ, ഈശോ എനിക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത്. അതും എൻ്റെ യോഗ്യത കൊണ്ടല്ല, സ്നേഹം കൊണ്ട് മാത്രമാണ്. അർഹതയുണ്ടായിട്ടല്ല, ഇതൊന്നും ഞാൻ അർഹിച്ചിട്ടുമല്ല, പിന്നെയോ സ്നേഹം കൊണ്ട് മാത്രമാണ് കർത്താവ് എനിക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തത്. ആ കർത്താവിൻ്റെ കുരിശിലെ ബലിയിൽ അവിടുന്ന് എന്നെ വീണ്ടെടുത്ത് നഷ്ടപ്പെട്ടു പോയ എന്നെ അവിടുന്ന് തിരിച്ചു പിടിച്ചു. അതുകൊണ്ടല്ലേ പത്രോസ്ലീഹ പറഞ്ഞില്ലേ, പൂർവികന്മാരിൽ നിന്ന് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടത് സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ അല്ലോ, പിന്നെയോ കർത്താവിൻ്റെ തിരുരക്തം കൊണ്ടാണ്. അത്രയേറെ നമ്മളെ സ്നേഹിക്കുന്ന ആ ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിൽ ശിരസ്സ് നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ കരുണയുടെ മണിക്കൂറിൽ കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിൽ 19-ാം അധ്യായം സക്കേവൂസിൻ്റെ ഭവനത്തിൽ ഈശോ വിരുന്നിന് പോയതിന് ശേഷം, ഭക്ഷണം കഴിച്ചതിന് ശേഷം കർത്താവ് പറയുന്നൊരു വചനമുണ്ട്. ലൂക്ക 19:10, നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കുവാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കുവാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്. എന്തിനാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്? കർത്താവ് പറഞ്ഞില്ലേ, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ബാക്കി നഷ്ടപ്പെട്ടു പോകാത്തതിനെ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ? അല്ല. പിന്നെയോ നഷ്ടപ്പെട്ടു പോയതിന് കൂടുതൽ കരുതൽ വേണം, കൂടുതൽ ശ്രദ്ധ വേണം, കൂടുതൽ പരിപാലനം വേണം. നമുക്കറിയാം, നമുക്ക് 2 ആട്ടിൻകുട്ടികളുണ്ടെങ്കിൽ അതിലൊരെണ്ണത്തിൻ്റെ കാലൊടിഞ്ഞാൽ മറ്റതിനോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണോ നമ്മളൊന്നിനെ കൂടുതൽ പരിചരിക്കുന്നതല്ല, പിന്നെയോ അതിന് കൂടുതൽ പരിചരണം ആവശ്യമുള്ളത് കൊണ്ട്.
നമുക്ക് 2 കുട്ടികളുണ്ടെങ്കിൽ അതിൽ ഒരുപക്ഷെ രോഗിയായ ഒരു കൊച്ചിനോട് നമ്മൾ കൂടുതൽ സ്നേഹം കാണിക്കുന്നത്, കരുതൽ കൊടുക്കുന്നത് ആ കുട്ടിയോട് സ്നേഹം, മറ്റേ കുട്ടിയോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, പിന്നെയോ രോഗിയായ കുട്ടിക്ക് കൂടുതൽ കരുതൽ ആവശ്യമുള്ളത് കൊണ്ടാണ്. പാപിയായ ഒരു വ്യക്തിയെ തേടി ദൈവം വരുന്നത് നന്മയിൽ ജീവിക്കുന്നവരെയും വിശുദ്ധിയിലായിരിക്കുന്നവരെയും ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടോ സ്നേഹമില്ലാത്തത് കൊണ്ടോ അല്ല, പിന്നെയോ നഷ്ടപ്പെട്ടു പോയത് ഒരിക്കലും നശിച്ചു പോകരുതെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. അവരെ തിരികെ കൊണ്ടുവരണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ആരും നശിച്ചു പോകരുത്, പിന്നെയോ എല്ലാവരും ദൈവത്തിൻ്റെ സ്നേഹം കണ്ടെത്തി തിരിച്ചറിഞ്ഞ് രക്ഷപ്പെടണമെന്നാണ് പിതാവിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുവാണ്, നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കുവാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കർത്താവിൻ്റെ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിലിരിക്കുമ്പോൾ, ഈ ദിവ്യകാരുണ്യത്തിലേക്ക് ഒന്ന് നോക്കുമ്പോൾ ആ കണ്ണുകളിൽ, ഈ ദിവ്യകാരുണ്യത്തിൽ എൻ്റെ ചിത്രം കാണാൻ എനിക്ക് പറ്റും. കാരണം ഈശോയുടെ ഹൃദയമാണ് ദിവ്യകാരുണ്യം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഭാവമാണ് ഈ ദിവ്യകാരുണ്യം. ഈ കരുണയുടെ മണിക്കൂർ നമ്മോട് പറയുന്നതാ, നമ്മോടുള്ള സ്നേഹവും കരുണയും ആർദ്രതയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈശോയുടെ തിരുഹൃദയം. ആ തിരുഹൃദയത്തിൽ എൻ്റെയും നിൻ്റെയും ഛായാചിത്രമുണ്ട്. കാരണം എനിക്കും നിനക്കും വേണ്ടിയിട്ടാണ് ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത്. എന്തുകൊണ്ടാ? ഞാനും നീയും നഷ്ടപ്പെട്ടു പോയിരുന്നു. ഞാനും നീയും നഷ്ടപ്പെട്ടു പോയിരുന്നു. നമ്മളെ തിരികെ പിടിക്കുവാൻ, നഷ്ടപ്പെട്ടു പോയ നമ്മളെ തിരികെ കൊണ്ടുവരാനാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. ആരൊക്കെയാണ് നഷ്ടപ്പെട്ടു പോകുന്നവരെന്ന് തിരിച്ചറിഞ്ഞാൽ നല്ലതായിരിക്കാം. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും വലിയ വലിയ തെറ്റുകളിലോ വീഴ്ചകളിലോ ഒന്നും വീണു പോയവരായിരിക്കില്ല നമ്മൾ, അതല്ലെങ്കിൽ ഭയങ്കരമായ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കില്ല, അതല്ലെങ്കിൽ ഭയങ്കരമായ ജീവിത സാഹചര്യങ്ങളുടെ പ്രതിസന്ധികളുടെ നടുവിലായിരിക്കാം നമ്മൾ. യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത് ആരാണ്? പ്രശ്നങ്ങളുള്ളവരാണോ? പ്രതിസന്ധികളുള്ളവരാണോ? അല്ല, പിന്നെയോ ദൈവത്തിൽ നിന്നും അകന്നു പോയവരാണ്. പാപത്തിൽ ദൈവത്തിൽ നിന്നും അകന്നു പോയവരാണ് നഷ്ടപ്പെട്ടവർ. പ്രശ്നങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും, സഹനങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ എല്ലാവരും ദൈവത്തിൽ നിന്ന് അകന്നു പോകണമെന്നില്ല, നഷ്ടപ്പെട്ടു പോകണമെന്നില്ല. ഒരു പക്ഷേ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും ശോധനകളുമൊക്കെയാണ് ഒരാളെ കുറെ കൂടി ഈശോയെ സ്നേഹിക്കാൻ ശക്തിപ്പെടുത്തുന്നത് പോലും. പക്ഷേ ചോദിച്ചു നോക്കുക, എൻ്റെ വേദനയിൽ, എൻ്റെ കഷ്ടപ്പാടിൽ, എൻ്റെ സങ്കടങ്ങളിൽ ഞാൻ ദൈവത്തിൽ നിന്നും കൂടുതൽ അകന്നു പോയോ? ഈശോയുടെ സ്നേഹം ഞാൻ മറന്നുപോയോ? അപ്പം എന്നെ തേടി കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ എന്നെ കർത്താവ് കണ്ടെത്തി തിരിച്ചു കൊണ്ടുപോകും. ഈശോയിൽ പ്രിയമുള്ളവരെ, ധൂർത്തപുത്രനെ നമ്മളൊന്ന് ഓർത്താൽ നല്ലതാണ്. ഞാൻ ഏറ്റവും വിശുദ്ധനായിട്ടും പെർഫെക്റ്റ് ആയതിനും ശേഷമല്ല ദൈവം എന്നെ സ്നേഹിച്ചത്. ആ ധൂർത്തപുത്രനെ പിതാവ് ആലിംഗനം ചെയ്ത അവസ്ഥ എന്തായിരുന്നു? പന്നിക്കൂട്ടിൽ കിടന്ന് അവൻ തിരിച്ച് വീട്ടിലേക്ക് വന്ന് കയറിയ സമയത്താണ് ആ പിതാവ് അവനെ കെട്ടിപ്പിടിച്ചത്. അവനോട് ആദ്യം പോയി കുളിച്ച് വൃത്തിയായി നീ അടിപൊളിയായിട്ട് വാ, എന്നിട്ട് ഞാൻ നിന്നെ കെട്ടിപ്പിടിക്കാമെന്ന് പിതാവ് പറഞ്ഞില്ല. ആ തൻ്റെ മകൻ തിരിച്ചു വരാൻ തീരുമാനിച്ചപ്പോൾ അത് അവനായിരുന്ന അവസ്ഥയിൽ അവനെ ആലിംഗനം ചെയ്ത പിതാവിൻ്റെ സ്നേഹം നമുക്കറിയാം. നാളുകൾ പന്നിക്കൂട്ടിൽ കിടന്ന് കുളിക്കാതെയും നനയ്ക്കാതെയും ഒക്കെ വളരെ ദുർഗന്ധം വമിക്കുന്ന വൃത്തിഹീനമായ രീതിയിൽ ആ പിതാവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന ആ മകനെ പിതാവ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ സന്തോഷമായി, എൻ്റെ മകൻ തിരിച്ചു വന്നു. പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെയും ആ പിതാവ് ചേർത്ത് പിടിക്കുന്നത് അങ്ങനെയാണ്. ഞാനും നിങ്ങളും പെർഫെക്റ്റ് ആയതിനു ശേഷമോ, ഞാനും നിങ്ങളും ജീവിതത്തിൽ ഏറ്റവും മനോഹരമായിട്ടോ വിശുദ്ധരായതിനു ശേഷമല്ല പിതാവ് എന്നെ നിങ്ങളെയും കെട്ടിപ്പിടിക്കുന്നത്. പിന്നെയോ നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് നമ്മളെ സ്നേഹിച്ചു. നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് നമ്മളെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ എൻ്റേതാണ്, നീ എൻ്റേതാണ്, ഇനി നീ എൻ്റെ നിന്ന് അകന്നു പോകരുത്, ഇനി നീ എന്നിൽ നിന്ന് അകന്നു പോകരുത്. എന്നിട്ട് ആ ധൂർത്തപുത്രൻ എന്ത് ചെയ്തു? അവനെ മേലങ്കി അണിയിച്ചു, മോതിരമണിയിച്ചു, ചെരുപ്പണിയിച്ചു, അവന് വേണ്ടി കൊഴുത്ത കാളക്കുട്ടിയേക്കുന്നു. ആദ്യമുണ്ടായത് പിതാവിൻ്റെ ആ ഒരു ആലിംഗനമാണ്, പിതാവിൻ്റെ ഒരു കെട്ടിപ്പിടുത്തമാണ്. അവൻ ഏറ്റവും വൃത്തിയുള്ളവനായിട്ടല്ല, അവനായിരിക്കുന്ന അതേ അവസ്ഥയിൽ അവനെ കെട്ടിപ്പിടിച്ചു. ഈശോയിൽ പ്രിയമുള്ളവരെ, നിങ്ങൾ ഇന്ന് എവിടെയിരുന്ന് ഈ ആരാധനയിൽ കൂടിയാലും ഈ ആരാധനയുടെ സമയം ആ പിതാവിൻ്റെ ഹൃദയം നിങ്ങളെ കെട്ടിപ്പിടിക്കുവാൻ വെമ്പൽ കൊള്ളുന്നുണ്ട്.
അത് നിങ്ങളുടെയോ എൻ്റെയോ യോഗ്യത നോക്കിയിട്ടല്ല, നമ്മുടെ പെർഫെക്ഷൻ നോക്കിയിട്ടല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ മനോഹാരിതയോ അർഹതയോ കണ്ടിട്ടല്ല. ആ പിതാവ് തൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിൽ നമ്മളെ ചേർത്ത് പിടിക്കുന്നത് നമ്മൾ അവിടുത്തെ മക്കളായതുകൊണ്ടും നമ്മൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത് അവിടത്തേക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാണ്. ദൈവം ഒരിക്കലും നമ്മളിൽ നിന്ന് അകന്നു പോകുന്നില്ലല്ലോ. പാപത്തിൽ വീണ് കിടക്കുന്ന നമ്മളാണ് എപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം എപ്പോഴും അവിടെയുണ്ട്. ആ പിതാവിൻ്റെ ഹൃദയം എപ്പോഴും എനിക്ക് വേണ്ടി വെമ്പൽ കൊണ്ട് കാത്തിരിക്കുന്നുണ്ട്. അവിടുത്തെ സന്നിധിയിലേക്ക് ഞാൻ തിരിച്ചു ചെല്ലാൻ തയ്യാറാകാൻ, എന്നെ തേടിയിറങ്ങി തിരികെ കൊണ്ടുവരാൻ തയ്യാറായ ഈശോയുണ്ട്. നീ റെഡിയാണോ? ഞാൻ റെഡിയാണോ ദൈവത്തിലേക്ക് തിരിച്ചു ചെല്ലാൻ? എന്നെ തേടി വന്ന ഈശോയുണ്ട്. എന്നെ തേടി വന്നിട്ടും എന്നെ വലിച്ചുകൊണ്ടല്ല പോകുന്നത്. എന്നോട് ചോദിക്കും, നീ റെഡിയാണോ? പ്രിയമുള്ളവരെ, നമ്മൾ എത്രയേറെ സ്നേഹിക്കുന്ന ദൈവം നമ്മുടെ സ്വാതന്ത്ര്യത്തെ മാനിച്ചുകൊണ്ട് നമ്മോട് പറയുന്നുണ്ട്, നഷ്ടപ്പെട്ടു പോയ നിന്നെ തേടിയാണ് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഞാൻ വന്നത്. എങ്കിലും നിന്റെ സമ്മതം ഞാൻ ചോദിക്കുകയാണ്. നീ തയ്യാറാണോ ദൈവത്തിൻ്റെ മകനായിട്ട് മകളായിട്ട് വീണ്ടെടുക്കപ്പെടുവാൻ? നീ തയ്യാറാണോ പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ? നീ തയ്യാറാണോ നിന്റെ ജീവിതത്തിൽ വിശുദ്ധീകരിക്കപ്പെടാൻ? നീ റെഡിയാണോ എന്ന് ഈശോ നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഈ കരുണയുടെ മണിക്കൂറിൽ പ്രിയമുള്ളവരെ, പിതാവിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ നമ്മുടെ ഹൃദയം നമ്മൾ തുറന്നു വയ്ക്കണം. ആ സ്നേഹം കടന്നു വരുന്നതിന് ഒരുപക്ഷെ ഏറ്റവും തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മൾ തന്നെയായിരിക്കാം. എനിക്കതില്ലാതെ എന്നെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റും, ആ സ്നേഹമില്ലെങ്കിലും എനിക്ക് എന്നെ തന്നെ സംരക്ഷിക്കാൻ പറ്റും, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് തന്നെ നേടിയെടുക്കാനും നോക്കിയെടുക്കാനും സാധിക്കും എന്ന് പറയുന്നിടത്ത് ആ പിതാവിൻ്റെ സ്നേഹത്തിന് കടന്നു വരാൻ നമ്മൾ ഹൃദയത്തിൽ അവസരം കൊടുക്കുന്നില്ല. ഈ കരുണയുടെ മണിക്കൂറിൽ ഈശോ ആഗ്രഹിക്കുന്ന എന്താ? അവിടുത്തെ കരുണ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൂഴ്ന്നിറങ്ങാൻ നമ്മുടെ ഹൃദയങ്ങൾ നമ്മൾ തുറന്നു വെക്കണം എന്നുള്ളത്. അവിടുത്തെ കരുണ നമ്മളെ ആവരണം ചെയ്യാൻ നമ്മുടെ ജീവിതത്തെ നമ്മൾ ദൈവസന്നിധിയിൽ വിട്ടുകൊടുക്കണം എന്നുള്ളത്. അത് എൻ്റെ തീരുമാനമാണ്. ഈശോയുടെ സ്നേഹം അനുഭവിക്കണമോ വേണ്ടയോ? കർത്താവിൻ്റെ കാരുണ്യം ഏറ്റെടുക്കണമോ വേണ്ടയോ? ഞാൻ തീരുമാനമെടുക്കണം. ഈശോ എന്നോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് വേണ്ടി കരുണയുടെ വലിയൊരു സാഗരം തന്നെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ആ കരുണക്കടലിൽ നിന്നെ മുക്കിയെടുക്കാനും നിത്യതയിലേക്ക് നീണ്ടുകിടക്കുന്ന നിന്റെ ശിക്ഷയെ മാറ്റിവെച്ച് ആ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നിന്നെ തിരികെ പുനരുദ്ധരിക്കാനും ഞാൻ തയ്യാറാണ്. പക്ഷെ നീ തയ്യാറാണോ? ചോയ്സ് ഈസ് യുവേഴ്സ്, ചോയ്സ് ഈസ് മൈൻ. എൻ്റെയും നിങ്ങളുടെയും തീരുമാനമാണ്. കർത്താവ് എല്ലാം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ട് കാത്തിരിക്കുവാണ്. സ്വർഗം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുവാണ്. ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുവാണ്. കർത്താവിൻ്റെ കരുണ നിങ്ങളിലേക്ക് ചൊരിയുവാനായിട്ട് അവിടുന്ന് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പിടിവാശികൾ, നമ്മുടെ ദുശ്ശാഠ്യങ്ങൾ, ക്ഷമിക്കാത്ത നമ്മുടെ ജീവിത മേഖലകൾ, ഈശോയ്ക്ക് സമർപ്പിക്കാത്ത ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും ഇരുണ്ട കോണുകളും കർത്താവിലേക്ക് തുറന്നു കൊടുത്തിട്ട് പറയാം, കർത്താവേ, അവിടുത്തെ കരുണ എന്നെ പൊതിഞ്ഞു നിൽക്കട്ടെ. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അവിടുത്തെ കരുണയുടെ ആശീർവാദം ഏറ്റെടുക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. മുട്ടിന്മേലായിരുന്നു കൊണ്ട് കരങ്ങളെ മാറോട് ചേർത്ത് വെച്ച് ശിരസ് നമിച്ച് ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ കരുണയുടെ ആശീർവാദം നമുക്ക് ഏറ്റെടുക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും